ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് മഴയോ മഴ എന്ന യൂണിറ്റിൻ്റെ വർക്ക് ബുക്കാണ് ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനം 1. നിറം നൽകാം. സ്കൂൾ തുറന്നു, മഴയും വന്നു. മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു മഴച്ചിത്രം നൽകാം, നിറം നൽകാം. ഒരു മഴയുടെ ചിത്രം തന്നിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണുള്ളത്. അതിന് നിറം നൽകാൻ പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? ഭംഗിയായി കളർ കൊടുക്കണം. മരമുണ്ട്, അതിനു താഴെ 2 കുട്ടികൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ കളിക്കുകയാണ്. അപ്പോൾ ഭംഗിയാക്കണം. അത് ചിത്രം നോക്കി പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കി പറയണം. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു മരമുണ്ട്, മരത്തിനു താഴെ 2 കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു. പെൺകുട്ടിയുടെ കയ്യിൽ കുടയുണ്ട്. പിന്നെയോ വെള്ളത്തിൽ അവർ ചെറുവഞ്ചി, കടലാസ് വഞ്ചി ഉണ്ടാക്കി കളിക്കുകയാണ്. പിന്നെ ആ വെള്ളത്തിൽ ആമ്പലുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത്. അടുത്ത പ്രവർത്തനം ചൊല്ലാം രസിക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാമീ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ആരാണ് ഈ കവിത എഴുതിയത്? കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ. അതുപോലെ തന്നെ തുള്ളിക്കൊരു കുടം, വളരെ ശക്തിയിൽ പെയ്യുന്ന മഴയാണ്. കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ. ഈ മഴ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ഈ മഴ കൊള്ളരുത്, നമ്മൾ മഴയത്ത് ഇറങ്ങരുത്. കൊള്ളാം കൊള്ളാം പെയ്യട്ടെ, വളരെ നല്ലതാണ്, പെയ്യട്ടെ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. ഇനി മഴക്കവിതകൾ ശേഖരിക്കാം. ഇതുപോലെയുള്ള മഴക്കവിതകൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മഴ 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 വന്നു, ഒരു മഴ ചെറുമഴ മഴ വന്നു, നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ. പോക്രോം പോക്രോം തവളകൾ പാടി, ചെറുമീനുകളോ തുള്ളിച്ചാടി, മഴ വന്നേ ഹായ് മഴ വന്നേ, മഴമേളത്തിൻ പൊടിപൂരം. ഇനി അടുത്ത ഒരു മഴപ്പാട്ട്. മഴ 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 ചാറ്റൽ മഴ, മഴ മഴ പെയ്തതു പെരുമഴയായി, മഴയുടെ കൂട്ടായി ഇടിമിന്നൽ, ചുഴലിക്കാറ്റും വീശുന്നു, മഴ 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 പെരുമഴയിൽ, പുഴ വഴി മാറി പല വഴിയായി. മഴ 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 മാനത്തൂന്നൊരു മലർമഴ മധുമഴ മധുരമഴ, ഇടിമഴ തുടിമഴ ഇമ്പമഴ, പുതുമഴ കുളിർമഴ പുളകമഴ, പാടിപ്പാടി പാടി വരുന്നൊരു പാൽമഴ പഴമഴ പവിഴമഴ, തുള്ളിത്തുള്ളി തുള്ളി വരുന്നൊരു തൂമഴ തുയിൽമഴ തുമ്പമഴ, ചീറിച്ചീറി ചീറി വരുന്നൊരു ചെമ്മഴ ചിരിമഴ ചില്ലുമഴ, വിണ്ട നിലത്തിനു വിശറിമഴ, വിത്തിൻ കവിളിനു മുത്തുമഴ, തവളക്കുട്ടനു തകൃതിമഴ, കുഞ്ഞിക്കണ്ണനു കുസൃതിമഴ. അടുത്തത് പൂമഴ പുതുമഴ പെയ്യുന്നേ, മുറ്റം കടലായി മാറുന്നേ, കപ്പലിറക്കി കളിയാടാൻ കുട്ടൻ ചാടി ഇറങ്ങുന്നേ, പോക്രോം പോക്രോം തെയ്താരാ ചുറ്റും മാക്രികൾ പാടുന്നേ, മിന്നൽ പിണറുകൾ പുളയുന്നേ, തുടിയടിമേളം പൊങ്ങുന്നേ, കാറുകൾ ചീറിപ്പായുന്നേ, മഴവിൽ കാവടി തെളിയുന്നേ, ചെല്ലക്കുന്നിൻ താഴ്വരയിൽ മയിലുകൾ പീലി വിരിത്തുന്നേ, പൂമഴ പുതുമഴ പെയ്യുന്നേ, തോടും കുളവും നിറയുന്നേ, കാറ്റും കടലുമിരമ്പുന്നേ, കുഞ്ഞയ്യപ്പനു കുളിരുന്നേ. അടുത്ത പ്രവർത്തനം പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം. മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം. പദസൂര്യൻ പൂർത്തിയാക്കുന്നതിനായിട്ട് ഒരു വാക്ക് തന്നിട്ടുണ്ട്, കുട, മഴയുമായി ബന്ധപ്പെട്ടത് അല്ലേ? ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? കാർമേഘം, ഇടി, മിന്നൽ, കാറ്റ്, പുതുമഴ, വേനൽ മഴ, തുലാവർഷം, ആലിപ്പഴം. ഇങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ, പദങ്ങൾ ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് അതുപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കാനാണ്. അപ്പോൾ കുട തന്നിട്ടുണ്ട് അല്ലേ?
ഞാൻ കുട ചൂടി. അതുപോലെ ബാക്കി നമ്മൾ എഴുതിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കണം. ആകാശത്ത് കാർമേഘം നിറഞ്ഞു. മഴയ്ക്കു മുൻപ് ഇടിയും മിന്നലും തുടങ്ങി. മഴയുടെ കൂടെ നല്ല കാറ്റും വീശി. ഇത്തവണ തുലാവർഷം കനക്കും. വേനൽ മഴ നേരത്തെ എത്തി. പുതുമഴയിൽ കുട്ടികൾ കളിച്ചു. അടുത്ത പ്രവർത്തനം പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാണ് കാണുന്നത് ചിത്രത്തിൽ? മഴ വരുന്നതിനു മുൻപ് വൃക്ഷങ്ങളെല്ലാം കാറ്റിലിങ്ങനെ ആടിയുലഞ്ഞു. അതുപോലെ തന്നെ ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങളും കാറ്റത്ത് പറന്നു കളിക്കുന്നു. കണ്ടില്ലേ? പിന്നെയോ കുട്ടികൾക്ക് കാറ്റത്ത് നിൽക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ പക്ഷികളെല്ലാം അവരുടെ കൂടണയാനായിട്ട് ശ്രമിക്കും, പറന്ന് പോകും. പിന്നെ ആകാശത്ത് ഇടിമിന്നലുണ്ടാകും. ആദ്യം മിന്നലടിക്കും, അതിനുശേഷം ശക്തമായ ശബ്ദത്തിൽ ഇടിവെട്ടും. ആകാശത്ത് കാർമേഘങ്ങൾ കറുത്ത് ഇരുണ്ട് കാണപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മഴയ്ക്കു മുൻപ് ഉണ്ടാകുന്നത്. ഇനി മഴ പെയ്തതിനു ശേഷമോ? ആകാശം ശാന്തമാകും. കാർമേഘങ്ങൾ ഒഴിയും. അതുപോലെ തന്നെ ഇടിയും മിന്നലും ഉണ്ടാകില്ല. പറന്നുപോയ പക്ഷികളെല്ലാം തിരിച്ചു വരും. പിന്നെയോ വെള്ളം നിറയും. പാടത്തും പറമ്പിലും വഴിവെക്കിലുമെല്ലാം വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടാകും. വയലുകളും നിറയും. അതുപോലെ തന്നെ മഴത്തുള്ളികൾ ചെടികളിലും മറ്റു വസ്തുക്കളിലുമെല്ലാം തങ്ങി നിൽക്കും. ആകാശം കാർമേഘം നീങ്ങി വെള്ള നിറത്തിലുള്ള മേഘങ്ങൾ കൊണ്ട് തെളിയും. പിന്നെയോ പകലാണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരും. കാറ്റും അതുപോലെ തന്നെ ഇടിയും മിന്നലും എല്ലാം അപ്രത്യക്ഷമാകും. ഇതൊക്കെയാണ് മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. അടുത്ത പ്രവർത്തനം മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. കടങ്കഥയാണ് ചോദിച്ചിരിക്കുന്നത്. പഴഞ്ചൊല്ലും കടങ്കഥയും തെറ്റരുത്. അപ്പോൾ നമുക്ക് എഴുതിയാലോ? മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല, എൻ പേര് ചൊല്ലാമോ? എന്താണ്? മഴ. അവിടെ കണ്ടു ഇവിടെ കണ്ടു പിന്നെ കണ്ടില്ല. ഉത്തരം മിന്നൽ. ഓടും കാലില്ല, പറക്കും ചിറകില്ല, മേഘം. മേലെ വീട്ടിലെ മുത്തശ്ശിയുടെ പൊട്ടിച്ചിരിയും പേടിപ്പിക്കും. ഉത്തരം ഇടിവെട്ട്. മഴയത്തും വെയിലത്തും ആശ്വാസമേകും ആളുകറുമ്പൻ വാലുവളമ്പൻ. ഉത്തരം കുട. വില്ലാണ് പക്ഷേ ഞാണില്ല, കെട്ടാൻ അമ്പില്ല, പെയ്യുന്നതായിരം തുള്ളി. ഉത്തരം മഴവില്ല്. അടുത്ത പ്രവർത്തനം ഒരു കുളമാണ്. കണ്ടില്ലേ? കുളത്തിൽ ഒരു കൊക്കുണ്ട്, തവള, ആമ, അതുപോലെ തന്നെ ആമ്പൽ എല്ലാം ഉണ്ട് അല്ലേ? കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. കുളത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുളങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ അതിലെന്തൊക്കെയുണ്ട്? താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങളുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. പിന്നെ കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും ഒക്കെ കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം. കുളമാണ് എഴുതിയത് അല്ലേ? ഇനി നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. പുഴ ഒരു ജലസ്രോതസ്സാണ്. പുഴയിൽ ഒരുപാട് ജലസസ്യങ്ങളുണ്ട്.
അതുപോലെ തന്നെ പുഴയിൽ ചെറിയ മീനുകളും വലിയ മീനുകളും ഉണ്ട്. പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. പുഴയിൽ മത്സ്യത്തിന് പുറമെ കക്ക, അതുപോലെ തന്നെ കല്ലുമ്മക്കായ ഇങ്ങനെയുള്ള ജലജീവികളും ഉണ്ട്. പിന്നെ കുളിക്കാനും അലക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും പ്രദേശവാസികൾ ഇതിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൃഷിക്കും പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ മറ്റ് മൃഗങ്ങളും പക്ഷികളും എല്ലാം പുഴയിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത പ്രവർത്തനം മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം. വെള്ളത്തിലിട്ടാൽ ചില വസ്തുക്കൾ താഴ്ന്നു പോകും അല്ലേ, മുങ്ങിപ്പോകും. അല്ലാത്ത ചില വസ്തുക്കൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് ഏതൊക്കെയാണ് എന്ന് എഴുതി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇല പൊങ്ങി നിൽക്കുമോ അതോ മുങ്ങിപ്പോകുമോ, അതൊക്കെയാണ് എഴുതേണ്ടത്. കണ്ടില്ലേ, ഒരു ടേബിൾ നിറയെ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കുകയും വേണം, പരീക്ഷിച്ച് നോക്കുകയും വേണം. എന്നിട്ട് വേണം നിങ്ങളുടെ ഊഹം എഴുതാനായിട്ട്. എന്തൊക്കെയാണുള്ളത്? ആണിയുണ്ട്, ക്യാരറ്റ്, ബോൾ, കല്ല്, അതുപോലെ തന്നെ ഇല, സ്കെയിൽ, പെൻസിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഭാരം കുറഞ്ഞ കനം കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കും. കനം കൂടിയവ വെള്ളത്തിൽ താഴ്ന്നു പോകും. പരീക്ഷണത്തിൻ്റെ പേര് മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബക്കറ്റ് വേണം, അതിൽ നിറയെ വെള്ളം വേണം. പിന്നെ മേശപ്പുറത്ത് നമ്മൾ കണ്ട ആ സാധനങ്ങളുടെ പേര് എഴുതുക. പരീക്ഷണം ചെയ്യുന്ന വിധം എങ്ങനെയാണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ സാധനവും ആ ബക്കറ്റ് വെള്ളത്തിൽ ഇട്ടു നോക്കുക. അപ്പോൾ കനം കുറഞ്ഞ, ഭാരം കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഭാരം കൂടിയ കല്ല് പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ന്നു പോകുന്നതും കാണാം. എൻ്റെ കണ്ടെത്തൽ, നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? ഭാരം കുറഞ്ഞത് പൊങ്ങി നിൽക്കുന്നു, ഭാരം കൂടിയ വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. ഇതായിരിക്കും നിങ്ങളുടെ കണ്ടെത്തൽ. അതാണ് എഴുതി ചേർക്കേണ്ടത്. അടുത്ത പ്രവർത്തനം, മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. പഴഞ്ചൊല്ലുകൾ, മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1000 വെയിലാവാം, അരമഴ വയ്യ. ഇടവത്തിൽ മഴ, ഇടവഴി നീളെ. തിരുവാതിരയിൽ 100 മഴയും 100 വെയിലും. മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്. മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മകീരത്തിൽ മതിമറന്നു പെയ്യണം. മഴ വീണാൽ സഹിക്കാം, മാനം വീണാലോ. മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ടു തടുക്കാമോ. പെരുമഴ പെയ്താൽ കുളിരില്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു മുളച്ച തകര. മാക്രി കരഞ്ഞാൽ മഴ പെയ്യുമോ. മഴ പെയ്തു നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ. കൊല്ലത്തു മഴ പെയ്താൽ കൊയിലാണ്ടിയിൽ കുട പിടിക്കണോ. അടുത്ത പ്രവർത്തനം, വരയ്ക്കാം എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ. നമ്മുടെ നാടിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചിത്രം വരയ്ക്കണം. നമ്മുടെ നാടിൻ്റെ ഒരു ചിത്രം വരച്ച് കളർ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ. എൻ്റെ നാട് വളരെ മനോഹരമാണ്. ഒരുപാട് നല്ല ആളുകൾ പാർക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ് എൻ്റെ നാട്ടിലുള്ളത്. അതുപോലെ തന്നെ പച്ചപ്പ് പുതച്ചു കിടക്കുന്ന പാടങ്ങളും ഒരുപാട് മരങ്ങളും കുന്നുകളും എൻ്റെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ നല്ല റോഡുകളും ഇടവഴികളുമുണ്ട്. പിന്നെ കൃഷിക്കാരും വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുമുണ്ട്. എൻ്റെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന
ഒരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഒരു ആശുപത്രിയുമുണ്ട്. എൻ്റെ നാട്ടിൽ വെള്ളവും വൈദ്യുതിയും എല്ലാം ഉണ്ട്. ഇപ്പോൾ പുതിയതായി നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു നല്ല നാടാണ് എൻ്റേത്. അടുത്ത പ്രവർത്തനം വായിക്കാം, രസിക്കാം. സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി, പെട്ടി തുറന്നു. ഹായ് JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഷിർ. അമ്മു കയറിക്കോളൂ, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി കുന്നിന് താഴെയെത്തി. തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി. അതാ കുന്നിടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാം ഉണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ രക്ഷിക്കണേ. എന്തുപറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതി അഴിച്ചു. ഒരു JCB. അപ്പോൾ ഈ കഥയിൽ അമ്മു സ്വപ്നം കണ്ടതാണ് ഒരു JCB കിട്ടിയെന്നത് അല്ലേ? പക്ഷേ അവൾ ആ JCB ഉപയോഗിച്ച് മണ്ണിടിച്ചപ്പോൾ മരവും ചെടിയും വീടും എല്ലാം തകർന്നു. അത് കണ്ട് കൂട്ട നിലവിളി കേട്ട് അവൾ പേടിച്ച് കരഞ്ഞു അല്ലേ? അപ്പോഴാണ് അതൊരു സ്വപ്നമാണ് എന്ന് അവൾക്ക് മനസ്സിലായത്. അമ്മ വിളിച്ച് ഇത് സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ. എന്നിട്ട് അവൾക്ക് അമ്മ സമ്മാനമായി കൊടുത്തത് എന്താണ്? ഒരു പൊതിക്കെട്ടിൽ ഒരു JCB. എല്ലാവരും JCB കണ്ടിട്ടില്ലേ? JCB മണ്ണിടിക്കുന്നതും മണ്ണെടുക്കുന്നതും ഒക്കെ കാണാൻ രസമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ യൂണിറ്റിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം. താങ്ക് യു.